പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എത്രാമത്തെ ക്ലാസ്സാണ്? 12ാമത്തെ ക്ലാസ്. നമ്മുടെ ക്ലാസിന്റെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി. എഴുതിയിട്ട് അശിമ കൊടുത്തിട്ട് പോയിരിക്കുക. അപ്പോ ഫാമിലി എന്ന് പറയുന്നത് എന്താ? ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് തലത്തിലാണ്. കുടുംബം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലും കുടുംബം എന്ന് പറയുന്നത് ആത്മീയ തലത്തിലും. നമ്മൾ ഏറ്റവും കൂടുതൽ കുടുംബമായി അറ്റാച്ച് ആയിട്ട് കിടക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഭൗതിക തലത്തിലാണ്. ആത്മീയ തലത്തേക്കാൾ കൂടുതൽ കുടുംബത്തിനകത്ത് നമ്മുടെ അറ്റാച്ച്മെന്റ് ഭൗതിക തലത്തിലാണ്. നമ്മുടെ ചിന്തകളെല്ലാം ഭൗതിക തലത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ മക്കള്, എൻ്റെ കെട്ടിയോള്, പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, ഇങ്ങനെയൊക്കെയുള്ള ഭൗതിക തലത്തിലുള്ള ഒരു കുടുംബം. അതെ. എന്നാൽ ശരിക്കും ഈ കുടുംബം എന്താണ്? ആത്മതലത്തിൽ ഈ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഭൗതിക തലത്തിലും നമ്മൾ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കും. അതിനകത്ത് ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾ അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നിങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. അത് പറയാൻ മറന്നുപോയി. അത് പറയാൻ വിട്ടുപോയി. ആ പ്രശ്നമുണ്ടോ? ഞാൻ സാധാരണ തുടക്കത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വേറൊരു കോട്ട് എടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് ബൈബിൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രൊഫസർ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞത്, അത് അവരുടെ നോളജിനനുസരിച്ച്, അവരുടെ അറിവിനനുസരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ എടുത്ത് സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊരു ചിന്ത, ഈ ഫാമിലി എന്ന് പറഞ്ഞപ്പോ എന്താണ് ഈ ഫാമിലിയുടെ അർത്ഥം എന്നെനിക്കൊരു ഒന്ന് നോക്കണം എന്ന് തോന്നി. ഹലോ, മനസ്സിലായി? ഫാമിലിയുടെ സ്പെല്ലിംഗ് എന്താ? ഫാമിലിയുടെ സ്പെല്ലിംഗ് എന്താ? അബ്ദുൽ പറഞ്ഞു. F stands for, ആദ്യം പറയാം, F എന്തിനെ സൂചിപ്പിക്കും? ഫാദർ. A എന്ന് പറയുന്നത് ഫാദർ ആൻഡിനെയാണ് എ. ഫാദർ ആണെങ്കിൽ ഇപ്പൊ ആരായിരിക്കും? മദർ ആയിരിക്കും. ഫാദർ ആൻഡ് മദർ. ഇനി ഐ എന്ന് പറയുന്നത് ഞാൻ. ഐ ആരാണ്? ഞാൻ. എൽ എന്ന് പറയുമ്പോൾ ലവ്. പിന്നെ വൈ എന്ന് പറയുമ്പോൾ യുവിന്റെ അക്ഷരം വൈ. ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദർ ആൻഡ് മദർ ആൻഡ് ഐ ലവ് യു. ഹലോ, എല്ലാം മനസ്സിലായി? അതെല്ലാം തപ്പിപ്പോയത് അത് മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഫാമിലി കുടുംബം എന്ന് പറയുന്നെങ്കിലും ഭൗതിക തലത്തിൽ ഫാമിലി എന്ന് പറയുന്നത് പിതാവ്, മാതാവ്, ഞാൻ. അപ്പൊ ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾ ഇത് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ആ ഫാമിലിയായിട്ട് അറ്റാച്ച്. ഞാൻ നിങ്ങളുമായുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് കുടുംബം. ഇത് ഉറങ്ങാൻ സാധ്യതയില്ല. ഇതിനകത്ത് ഉറങ്ങുന്നവരെ ഞാൻ ചോപ്പ് കൊണ്ടുവരില്ല. ഇതിനകത്ത് ആരും ചെയ്യില്ല. ഇതിൽ ഉറങ്ങോ? ഉറങ്ങരുത്. ഇതൊരു ഇംഗ്ലീഷ് കോട്ട് ഇങ്ങനെ കിടക്കുന്നത്, എ ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more persons related by birth, marriage or adoption who live together. All such related persons are considered as a family members of one family.
നമ്മൾ കല്യാണമൊക്കെ നടത്തുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് പുരുഷൻ വരും, ഒരു വീട്ടിൽ നിന്ന് സ്ത്രീ വരും. ഇവര് രണ്ടുപേരും വരുന്ന എവിടുന്നാണ്? ഒരു കുടുംബത്തിൽ നിന്നാണോ? അവര് രണ്ടുപേര് സെപ്പറേറ്റ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടെ നടക്കാൻ പോകുന്ന പരിപാടി എന്താണെന്നറിയോ? അത് നമുക്ക് പേരാണ്. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ക്യാമറ ലെൻസ് കിട്ടാനാണ് ഞാൻ എല്ലാവരും ഒരുമിച്ച് നമുക്കൊരു ക്യാമറ കിട്ടാൻ വേണ്ടി സ്വതം പറയും. അതാണ് ബൈബിൾ ക്ലാസ് പഠിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് കിട്ടിയതിനാൽ സ്വതം. കാരണം നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആയി, സ്ക്രീനിൽ കറക്റ്റ് പിക്ചർ കിട്ടുന്നില്ല. നമ്മൾ റെക്കോർഡിങ്ങിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇതെല്ലാം ബ്ലറായി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഫോൺ വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കും. ഫോൺ തന്നതിനായി സ്വതന്ത്രം. അതിൻ്റെ കൂടെ നമുക്കൊരു ക്യാമറ കൂടി വേണം. എന്നാലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് ഇടാൻ പറ്റുന്നത്. അതൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യണം പ്രാർത്ഥിക്കണം. എനിക്ക് കൊണ്ടുനടക്കാനല്ല, ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയാണ്. ഫാമിലിയുടെ എഫ് ആണ് മേളിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ കിടക്കുന്നത് എം. എന്താണ്? മെയിൽ. മെയിൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ കിടക്കുന്ന എഫ് ആണ് ഫീമെയിൽ, സ്ത്രീ. ഇതാണ് കുടുംബം. ഹലോ, പിടിക്കാൻ ഇച്ചിരി പാടാ പിടിക്കാൻ. അപ്പൊ എന്റെ മക്കളൊക്കെയോ? അപ്പൊ എന്റെ മക്കളൊക്കെ എവിടെ പോയെന്ന് അതിന് ഉത്തരം പറഞ്ഞിട്ട് അപ്പിയല്ലേ, അതിന് ഉത്തരം പറഞ്ഞിട്ട് ഭാഷ ചെയ്താൽ മതി. ഞാൻ എവിടെ പോയെന്നുള്ള കാര്യം മമ്മിയോട് പറഞ്ഞു കൊടുത്തിട്ട് ഭാഷകൾ ക്ലാസ് എഴുതാം. പക്ഷെ എഴുതുവാണ്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളൊരു വിവാഹ വേദിയിലേക്ക് പോവുകയാണ്. വിവാഹ വേദിയിൽ രണ്ട് കുടുംബത്തിൽ നിന്ന് പുരുഷനും സ്ത്രീയും ഒരു സ്റ്റേജിലേക്ക് വരുമ്പോ അവർ രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന പുരോഹിതൻ വിവാഹ ശേഷം ഇങ്ങനെ പറയും, ഇവർ ഇരുവരും ഒരു ദേഹമായി ഒരു കുടുംബമായി ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവരെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോൻസോ. ഇനി ഇവരാണ് കുടുംബം. ഭൂമിയിൽ ഒരു പുതിയ കുടുംബം കൂടെ ഉടലെടുത്തിരിക്കുന്നു. എല്ലാവർക്കും എങ്ങനെ അടിച്ചെന്ന് പറയാറുണ്ട്. അങ്ങനെ അടിക്കണ്ട, അങ്ങനെ പറയാറുണ്ട്, അല്ലേ? അപ്പൊ ആ കുടുംബത്തിനകത്ത് മക്കളില്ലല്ലോ. ഹലോ, അതുകൊണ്ട് അവർ കുടുംബം അല്ലാതായോ? ഇല്ല. ഇനി മക്കൾ ഉണ്ടായെന്നിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണിനോടൊരു ചോദ്യം ചോദിച്ചു. അത് ചിന്തിക്കാത്തൊരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് മനു ചിന്തിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എടുത്തു. കാരണം നിങ്ങളോട് ഞാൻ ചോദിക്കുക, സ്വന്തമായി മക്കളുള്ളവരൊക്കെ കൈവക്കി എന്നാ പൊക്കാത്ര പാടില്ല. സ്വന്തം മക്കളുള്ളവരൊക്കെ കൈവക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മനു നിനക്കറിയാമോ ഈ ഭൂമിയിൽ ഒരു മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളില്ല? ഹലോ, അങ്ങനൊന്നും ആവശ്യമില്ലാത്തതൊന്നും വന്ന് പറയരുത്. ആവശ്യമില്ലാത്തതൊന്നും ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിക്കണ്ട. എന്റെ മക്കൾ ഞാൻ കൊണ്ട് കളയോ? അതല്ല പറഞ്ഞു, കളയാനൊന്നുമല്ല പറഞ്ഞു. നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് അതിനോട് പറഞ്ഞാൽ അതിനോട് ഉത്തരം എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ സസ്പെൻസ് പോകും. ഹലോ, ഉറങ്ങുന്നുണ്ടോ? നിത്യ ഇല്ലല്ലോ. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൻ, അമ്മ, ഞാൻ, സ്നേഹം,
നീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങൾ, നമ്മൾ. ഈ യു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫ്രെയിമിന് അർത്ഥമായിട്ട് നമ്മൾ അടങ്ങുന്ന സ്നേഹമുള്ള മാതാവും പിതാവും ഞാനും അടങ്ങിയതാണ് കുടുംബം. ഇത് ഭൗതിക തലമാണ്. സാഹചര്യവശാൽ പറയുന്നത് കുടുംബം എന്നാൽ ഭാര്യയും മക്കളും അടങ്ങും എങ്കിലും മക്കളെ കൂടാതെ കുടുംബമെന്ന് പറയുന്നത് കാണാറ്. ചിലര് അപ്പന്റെ കൂടെ ചില യാത്ര ചെയ്യും. അപ്പന്റെ കൂടെ അച്ഛൻ്റെ കൂടെ മനം, ശരിയോട് കൂടെ കുഞ്ഞ്, അങ്ങനെ ഇരിക്കുന്നത്. ആ പിതാക്കന്മാരുടെ കൂടെ മക്കൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലും. നമ്മൾ പോയിരിക്കുന്ന ആരെ കൊണ്ടാണ്? ഹലോ, അപ്പനും മോനും എവിടെ ചെന്നിരിക്കുക? ഒരു കല്യാണത്തിൽ പോയിരിക്കുക. ഓടി വന്നിട്ട് നമ്മളെ കല്യാണം വിളിച്ച ആളാണ് കൈ തന്നിട്ട് വിളിച്ചു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവന്നില്ലേ? നമ്മളിങ്ങനെ നോക്കുക, ഈ പുള്ളി ആരെയാ ഈ കുടുംബം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്? കുടുംബിനി പറയാറില്ല, കുടുംബത്തെ കൊണ്ടുവന്നില്ലേ ചോദിക്കാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് പലരോട് ചോദിക്കുന്നത് കേട്ടപ്പോ പുള്ളി അങ്ങനെ ചോദിച്ചേ, ഈ കൂടെ നിൽക്കുന്ന ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലേ അല്ലേ? തോന്നില്ല പെട്ടെന്ന്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റിനകത്ത് വന്നിരിക്കുന്ന പേരാണ് കുടുംബം. പക്ഷേ നമ്മൾ ഈ ലോകം അതിനൊരു തിരുത്തു കൊടുത്തു. അതിനൊരു തിരുത്തു കൊടുത്തു. എന്താ തിരുത്തെന്നറിയാമോ? ആർക്കറിയാം? എന്താണ് ലോകം തിരുത്തിയ തിരുത്ത്? ഫാമിലി എന്ന് പറഞ്ഞാൽ മക്കളെ കൂടെ ഉൾപ്പെടുത്തിയതല്ല തെറ്റ്, കാലാകാലം മക്കളെ കൂടെ നിർത്തുന്നതാണ്. ഹലോ, മനസ്സിലായില്ല? കോഴി തന്റെ കുഞ്ഞിനെ അടയിരുന്ന് എത്ര ദിവസം അടയിരിക്കും? 21 ദിവസം അടയിരുന്ന് തന്റെ 10 കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി. ഈ 10 കുഞ്ഞുങ്ങളെയും കൊണ്ട് കോഴി എത്ര നാള്? നിങ്ങളുടെ ഊഹം പറഞ്ഞാൽ മതി. 60 ദിവസം. ഓട്ടെ, 100 ദിവസം. 100 ദിവസം, 3 മാസം ഈ കോഴി തന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്ത് നടക്കും? എവിടെ നടക്കും? അമ്മ വളർത്തിക്കൂടൊക്കെ നടക്കും. അതിന് തീറ്റ എങ്ങനെയാണ് തേടേണ്ടതെന്ന് ആര് പഠിപ്പിച്ചു കൊടുക്കും? അമ്മ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൻ അതിലേക്ക് വരത്തില്ല കേട്ടോ. ഈ അമ്മയ്ക്ക് ഇതിനകത്തൊരു സ്ഥാനമുണ്ട്, അതിനായി പറഞ്ഞത്. അതിനുശേഷം പുള്ളിക്കാരൻ പരിപാടി തുടങ്ങുന്നു. ഓടിച്ചിട്ട് കുത്തും. 10 വരെ 10 റൂട്ടിലൂടെ എന്ത് ചെയ്യും? ഓടിക്കും. എന്ത്? അതിന് ഇൻബോൺ ആയിട്ട് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുക്കാൻ കാരണം അടുത്തൊരു കുടുംബത്തെ ഉണ്ടാക്കേണ്ടവൻ ഇന്നും എവിടെ നിൽക്കുക? എന്റെ കുടുംബത്തിനകത്ത് തന്നെ നിൽക്കുക. എന്റെ ഭർത്താവ് എന്തെങ്കിലും കൊണ്ടുവരുന്ന തിന്നാൻ. ഹലോ, ഞാൻ അതൊക്കെ ഒരു കുത്തുകൊള്ളുന്ന പരിപാടിയാണ്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തി. നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചർ അനുസരിച്ച് 90 വയസ്സുള്ള ഒരു അമ്മയാണെങ്കിലും 70 വയസ്സുള്ള മോൻ കൂടെ നിൽക്കുന്നത് ഇഷ്ടം. ഹലോ, ക്ലിയറല്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പക്ഷേ നമ്മുടെ ഈ ഭൂമി, ഈ ലോകമെന്ന് പറയുന്നിടത്ത് അനേക രാജ്യങ്ങളുണ്ട് കേട്ടോ. ഏകദേശം 200-ൽ പരം രാജ്യങ്ങളുണ്ട്. ഈ 200-ൽ പരം രാജ്യങ്ങൾ ഉള്ളിടത്ത് പല സിസ്റ്റമാണുള്ളത്. അമേരിക്കയിലാണെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാൽ അവനെ കൊത്തി പിരിക്കും. അതിനർത്ഥം അപ്പനും അമ്മയ്ക്കും മക്കളുമായി സ്നേഹമില്ലെന്നാണോ? അല്ല. ഞാനൊരു അമേരിക്കക്കാരൻ മലയാളി പറയുന്നത് കേട്ടത് ഇങ്ങനെയാണ്: 15 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുകയും ജോലി അന്വേഷിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ ജീവിക്കുവാൻ അവർ സ്വയം തീരുമാനിക്കുകയും അവർ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ മാതാപിതാക്കൾ കൈകടത്തുള്ളൂ. ഹലോ, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ 90 വയസ്സുള്ള അമ്മയുടെ കൂടെ 70 വയസ്സുള്ള മോൻ
അത് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം. അപ്പൻ്റെ കൂടെ മക്കൾ നിന്നില്ലെങ്കിലാണ് അപ്പനെ അമ്മയെ നോക്കിയില്ലെന്നുള്ള പരാതി വരുന്നത്. ഈ ഞാനൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് ദൈവാത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ഇതിനോട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുക. ഇത് പറയുന്നതൊന്നും ബിബ്ലിക്കലി ബൈബിൾ പരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ലോകപരമായിട്ട് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ശരിയെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുക അല്ലേ? എല്ലാവരും ഞാൻ പഠിച്ചതാണ് ശരി, ഞാൻ കണ്ടതാണ് ശരി, കാരണം അതേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കണ്ടതാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ എന്തിരിക്കുക, ഇത് പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇതെന്റെ പൂർവികന്മാർ തൊട്ട് ചെയ്യുന്ന കേരളത്തിലെ ഒരു പതിവാണ്. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു, അതിങ്ങനെ തുടർന്നു വരുന്നു. നോക്കിക്കേ, ഇവിടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമാണ് കുടുംബത്തിന് സംഭവിക്കുന്നത്. മനസ്സിലായി? ഒരു പെണ്ണും ഒരു പുരുഷനും വിവാഹം കഴിക്കുന്നതിലൂടെ ആ കുടുംബം ഈ ലോകത്ത് സ്വതന്ത്രരായി. ആണോ? എന്നാലും വിടത്തില്ല. എന്നാലും നീ അങ്ങനെ പോകാൻ ഞാൻ എന്തില്ല, നീ എന്റെ കാൽക്കീഴെ മതി. ഇത് വചനത്തിന് നേരെ വിരുദ്ധമാണ്. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു മാതാവിന്റെ പിതാവിന്റെ തണലിൽ മരണം വരെ ജീവിക്കുന്നതിന്റെ പേരല്ല. കട്ടായി പോയി, ഇടയ്ക്ക് കട്ടായി പോയത് നമ്മൾ പറഞ്ഞു വന്നതിനകത്ത് കണക്ഷൻ കട്ടായി പോയത്. ഫാമിലി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൂടെ മക്കൾ മരണം വരെ ജീവിക്കുന്നതിന്റെ പേരല്ല. കല്യാണം കഴിച്ച ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരാണ് ഫാമിലി. ഹലോ, ക്ലിയറാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കൈ പൊക്കിക്കോണം, നമുക്കത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഭർത്താവിന്റെ ഭാര്യയുടെ പേരാണ്. പക്ഷേ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. എന്താ? അവൻ അപ്പനെയും അമ്മയെയും വിട്ട്, അവൻ എന്നാണ് പറയുന്നത്, അവൾ എന്ന് പറയുന്നില്ല. അവൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദാറ്റ് മീൻസ് അവർ ഒരു കുടുംബമായി മാറും. ആമേൻ. ഈ കല്യാണ സമയങ്ങളിൽ, വിവാഹ നാളുകളിലൊക്കെ സ്റ്റേജിൽ ദൈവദാസന്മാർ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്, ഇത് വരുവാനുള്ള വിവാഹത്തിന്റെ നിഴലാണ്. ഹലോ, അങ്ങനെ പറയുമ്പോൾ അത് ആത്മതലത്തിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പോകുന്നില്ല. നമ്മൾ ഭൗതിക തലം പറഞ്ഞിട്ട് ആത്മതലത്തിലേക്ക് പോയാൽ മതി. ഞാനതൊന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്റ്റേജിൽ നിൽക്കുന്ന അതിശായൻ മനുവിനെയും സ്നേഹയും വിവാഹം കഴിപ്പിക്കാനായിട്ട് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി, പന്തലും കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നെന്നാണ് പറഞ്ഞത്. നമ്മുടെ വീടിൻ്റെ അവിടെ അതിശായൻ വേണ്ടിയെല്ലാം ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് മനു എവിടെ നിന്ന് വന്നു, മോളിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരാളാണെങ്കിൽ വണ്ടി വിളിച്ച് ഇടുക്കിന്ന് വന്നിരിക്കുക. ഇടുക്കിന്ന് വണ്ടി വിളിച്ച് എവിടെ വന്നു? ഇവിടെ കല്യാണം നടക്കുന്ന പന്തലി വന്നു. കല്യാണം നടത്തിയെങ്കിൽ കിട്ടാൻ പോലെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വലിയ കാര്യമാണ്. ഈ കല്യാണം ഒരു നിഴലാണ്, വരുമാനിരിക്കുന്ന കല്യാണത്തിന്റെ നിഴലാണ്. നമ്മളാണെങ്കിൽ കിളി പോയിട്ട് സ്റ്റേജിലിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരു ദൈവിക പർപ്പസ് ഒളിച്ചിരിപ്പുണ്ട്. ഒരു ഫാമിലി എന്ന് പറയുന്ന FAMILY, അറിയാമോ എന്താണ്? ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഉണ്ടോ ഫാമിലിയുടെ സ്പെല്ലിംഗ്? എന്തോ F stands for, F എന്തിനെ സൂചിപ്പിക്കുന്നു? ഫാദർ. പിന്നെ അടുത്തത് ആൻഡ് മദർ. പിന്നെ M, I എന്ന് പറഞ്ഞ ഞാൻ, L ലവ്, Y യു നിങ്ങൾ. അപ്പൊ അത് ഒരുമിച്ച് പറഞ്ഞാൽ മതി. അതാണ് ഫാമിലി. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ വേണം കേട്ടോ.
എനിക്ക് ഈ റിലേ പോകുമ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളുടെ ഫേസിൽ നോക്കി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതിനകത്ത് ഈ ആത്മസാന്നിധ്യം ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. നമുക്ക് ഉറങ്ങത്തില്ലെന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഉറങ്ങത്തില്ല. ആത്മസാന്നിധ്യമുള്ള കാര്യം പറഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങും. എങ്ങാനും നമ്മൾ നന്നായി പോയാലോ? അതാണ്. അപ്പൊ നമ്മുടെ റിലേ പോകും. ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു രണ്ട് കുടുംബമായിട്ട് ഇതിനെ തിരിക്കുന്നു. ഫാമിലി രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് സ്പിരിച്വൽ ഫാമിലി, രണ്ട് ഫിസിക്കൽ ഫാമിലി. സ്പിരിച്വൽ ഫാമിലി ആത്മീക കുടുംബം, ഫിസിക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭൗതിക കുടുംബം. ലോകത്തുള്ള ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നുണ്ട് ലോകക്കാരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഈ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ബിബ്ലിക്കലായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് പോകാം. ബിബ്ലിക്കലായിട്ട് വചനത്തിൽ നിന്നും ചില കണക്ഷൻസ് കൊണ്ടുവരാൻ പോകും. ദൈവത്തിന്റെ സൃഷ്ടി ആണ്. ഹലോ, ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. രണ്ട്, ദൈവത്തിന്റെ ഒരു പ്രോജക്റ്റാണ്, പദ്ധതിയാണ്. ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. മൂന്ന്, ഇതിനൊക്കെ പിന്നിൽ ഇത് ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് വരാൻ കാരണം അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ഒരു ആഗ്രഹം, ദൈവത്തിന്റെ ഒരു പദ്ധതി, അത് സൃഷ്ടിയായി മാറി. ദൈവം നമ്മൾ ഏത് തോട്ടത്തെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പഠിക്കുവാനിടയിൽ സകലവും സൃഷ്ടിച്ച ശേഷം ദൈവം എന്ത് ചെയ്തു? 6-ാം ദിവസം എന്ത് ചെയ്തു? മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പഠിച്ചു. ഈ 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കുവാനുള്ള ആഗ്രഹം ദൈവത്തിന് അതൊരു പ്രോജക്റ്റ് ആയിട്ട് മാറിയതപ്പോഴാണ്. ആഗ്രഹം വന്നപ്പോഴല്ലേ, ദൈവത്തിനൊരു ആഗ്രഹം വന്നപ്പോഴേ മനുഷ്യനെ അതൊരു പ്രോജക്റ്റ് ദൈവം ഉണ്ടാക്കി. ആ പ്രോജക്റ്റിനകത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഫാമിലി. അതോ ഉണ്ടോ? പ്രോജക്റ്റിനകത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒന്ന്. എന്താണ് പറയാൻ കാരണം അറിയാമോ? ദൈവം ആദ്യം സൃഷ്ടിച്ചാലേ ആദമിനെയാണ്. ഫാമിലിയാണോ? അല്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദമിനെയാണ്. അവൻ ഫാമിലി ആയത് ഈവ് വന്നപ്പോഴാണ്. അല്ലേ? അങ്ങനെയാണ്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്ക തുണയെ ഒരുക്കി കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് ഫാമിലിയുടെ ക്രിയേഷൻ നടക്കുന്നത്. അല്ലേ? അതെ, ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം ഫാമിലി ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം സൃഷ്ടിക്കപ്പെട്ട പദ്ധതിയാണ്. മനസ്സിലായില്ലേ? രണ്ട്, ആദ്യമായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവർ എന്തും വിശ്വസിച്ചോട്ടെ, നമുക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ആദ്യത്തെ ഫാമിലി ആരാണ്? ആദിമ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ആദം ആൻഡ് ഹവ്വയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈ കുടുംബം എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയത്? ദൈവം എന്തായിരിക്കും ഉദ്ദേശിച്ചത്? തെറ്റാതെ പറയാമോ? അറിയാം. നോ നോ. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഇതൊക്കെ പഠിച്ചതല്ലേ? ഇതൊക്കെ പഠിച്ചപ്പോ പഠിച്ചതാ. ഇപ്പൊ ഏതൊരു ദൈവം ആദമിനെ ഹവ്വയെ കൊണ്ട്, ഞാൻ ചിന്തിക്കുന്ന ചിന്തയാണ് ഞാൻ കുറിച്ച് അറിയുന്നത്. ഏതൊരു ദൈവം ആദമിനെ ഹവ്വയെ കൊണ്ട് വിട്ടപ്പോ സന്താന ബുദ്ധിയുള്ളവരെ പെരുകാൻ പറഞ്ഞില്ല കേട്ടോ.
അവര് പാപം ചെയ്ത് പുറത്തായപ്പോൾ അവരോട് പറഞ്ഞേ, നീ എന്ത് ചെയ്യും? വേദനയോടെ മക്കളെ പ്രസവിക്കും. അതുവരെ അവര് രണ്ടുപേരും ഉണ്ടായിരുന്നു. അതെപ്പോഴാ പറഞ്ഞേ? വായിച്ചു. 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നോക്കിയെടുത്തട്ടെ. നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള സർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഒന്നും വായിക്കില്ലേ? ഒന്നിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു സംക്ഷിപ്ത രൂപമാണ്. താൻ സൃഷ്ടിച്ച മനുഷ്യനെ എവിടെയാക്കി? ഏദനിലാക്കി. അപ്പൊ ഏത് തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നാൽ നീ മരിക്കും. അതും ഹവ്വയും തമ്മിലുള്ള ആ ഒരു രണ്ടുപേരും ഉള്ളൊരു ചിത്രമുണ്ട്. അവനെ ഏകനായിരിക്കുന്നല്ല. ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെ ആകാശത്തിലെ പറവകളെ നിലത്തു നിന്ന് ഉറപ്പിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനെക്കുറിച്ച് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ആടനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ ഭാര്യയിൽ ഒന്നെടുത്തു, പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ എടുത്ത ഭാര്യയെ സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവർക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞാൽ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായ ഭക്തനാണ് പോയിരുന്നതാണ്. ഈ ദൈവം സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ ആദമനെ ആക്കുന്ന സമയത്ത് തോട്ടം കാക്കുവാനും വേല ചെയ്യുവാനും ആക്കി, അല്ലേ? അവന് ഇഷ്ടംപോലെ നടക്കാനും ഇഷ്ടമുള്ള പോലെ പഠിച്ച് കഴിക്കാനും ഒക്കെ അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലത്താണ് അവന്റെ ഫാമിലി ആക്കാൻ ദൈവം പദ്ധതിയിട്ട്. അതിനകത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഫ്യൂച്ചർ അവിടെ ഉണ്ടാക്കി കൊടുക്കും. ആ മൃഗങ്ങൾക്ക് പേരിടുന്ന സമയത്ത് പോലും അവൻ ഏകനായി. മനസ്സിലായി? അപ്പൊ അതിനുശേഷം അവരെ ഫാമിലി ആക്കിയ ദൈവം, അല്ലെ? ഏതൻ തോട്ടത്തിൽ അവർ ഒരുമിച്ച് വസിക്കുകയായി. ഇവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷമാണ് അവർ സന്താന പുഷ്ടിയുള്ളവരായി മാറുന്നത്. ഏതിൽ നിന്ന് പുറത്തു പോയ ശേഷം അവർ മക്കളെ പ്രസവിക്കുകയും മക്കളുള്ള മാതാപിതാക്കൾ എന്നുള്ള നാമധേയത്തിന് അവർ വരികയും ചെയ്യുന്നു. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ആരാണ് കുടുംബം? കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? അതിലേക്ക് നമ്മൾ ഭാര്യ ഭർത്താവ്, അതാണ് കുടുംബം. അങ്ങനെയും പറയണം. എന്തുകൊണ്ടാണ് കുടുംബത്തിൽ അംഗസംഖ്യ വർദ്ധിക്കുവാൻ കാരണം? ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ഇവർ ദൈവത്തിന്റെ സന്നിധി വിട്ടപ്പോൾ പോയി, പാപം ചെയ്തു പോയി. അപ്പോ നമ്മൾ വചനം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവ് പിതാവിന്റെ ഇഷ്ടപ്രകാരം എവിടെ വന്നു? ഭൂമിയിൽ വന്നു. മുന്നമേ ദൈവിക പദ്ധതിയായിരുന്നു കന്യകയുടെ ഗർഭത്തിൽ യേശു ജനിക്കുന്നു. ഈ മുന്നമേ ഉദ്ദേശിച്ച സംഗതിക്കകത്ത്
യേശു വരുന്നത് വരെ തലമുറകളുടെ ജനറേഷന്റെ ഒരു വലിയൊരു വ്യാപ്തി നമുക്ക് കാണാൻ പറ്റും. ആദം ഹവ്വ മാത്രമല്ല, മനസ്സിലായില്ലേ? ആദം ഹവ്വ മാത്രമല്ല യേശു വരുന്നത് വരെ ഭൂമിയിലുണ്ടായിരുന്നത്. ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ഉടലെടുത്തു. നമ്മൾ ഭൗതികമായി ചിന്തിച്ചാൽ ഒരു ലോകത്തിന്റെ, ഒരു രാജ്യത്തിന്റെ യുദ്ധസേന എന്ന് പറയുന്നത് ആരാണ്? പട്ടാളക്കാരല്ലേ? മിലിറ്ററി, എയർഫോഴ്സ്, പിന്നെ കരസേന, ജലസേന, അല്ലെ? വായു, കര, ജലം. 3 രീതിയിൽ ആക്രമിക്കാനായിട്ട് ശക്തരായ പട്ടാളക്കാർ ഒരു രാജ്യത്തിന് ഉണ്ട്, അല്ലെ? ഈ രാജ്യത്തിലെ പട്ടാളക്കാരുടെ എണ്ണം അവരെ കൊണ്ട് പറ്റുന്ന അത്ര അവർ കൂട്ടി വെക്കുള്ളൂ, ഒരിക്കലും കുറച്ചു വെക്കത്തില്ല. 125 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10% ഫോഴ്സ് ഇന്ത്യക്ക് കാണും. 110 കോടി ഫോഴ്സ് ഇവിടെ കാണും. പട്ടാളക്കാരായിട്ട്, മിലിറ്ററി സ്റ്റാഫായിട്ട് ഒരു രാജ്യത്തിന് കാണും. എന്തായിരുന്നു അതിന്റെ പർപ്പസ്? എന്തിനായിരിക്കണം ആ പർപ്പസിനകത്ത്? ഒരു രാജ്യത്തിന്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി രാജ്യത്തെ സംരക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? ശത്രുവിനോട് ജയിക്കുവാൻ എന്റേതായ ഒരു സൈന്യം എന്റെ ലേബലിൽ വേണം, എന്റെ ലേബലിൽ വേണം. ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയപ്പോ ദൈവം മുന്നമേ കരുതി എനിക്ക് വേണ്ടി ഒരു ജനം വേറിട്ട് വേണം. ദൈവത്തിന്റെ ജനം ഒരു സൈഡിൽ കൂടെ വെച്ച് പെരുകുകയാണ്. അത് ക്ലിയറായി. യേശുവിന് മുമ്പുള്ള കഥയെ പറയാം. ഏത് തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള കഥയെ പറയാം. ആദമിന് 2 മക്കളുണ്ടായി. ആദ്യയിലെ ആരാണ് ആദമിന്റെ മക്കളുടെ പേരെന്താ? സ്നേഹമനു, കായീനും ആബേലും. പക്ഷേ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ ദൈവത്തോടുള്ള ആരാധന തുടങ്ങിയത് പറയുന്നത് ആദമിന്റെ വംശപാരമ്പര്യമാണ്. ശേത്ത് നോക്കാം, കായീൻ ഹാബേൽ പോയി. ആദമിന്റെ വംശപാരമ്പര്യം പറയുമ്പോൾ ശേത്തിന്റെ കാലത്ത് ദൈവത്തോടുള്ള ആരാധന. ഹലോ, അപ്പൊ അന്ന് തൊട്ട് ഉടലെടുക്കുന്ന ഒരു സൈന്യം ദൈവത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് ജാതീയ മാർഗത്തിൽ പോയ ലോക മനുഷ്യരുടെ കൂടെ കൂട്ടാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ പേരാണ് ഇസ്രായേൽ മക്കൾ. അത് പിൽക്കാലത്താണ് വെളിപ്പെട്ടതെങ്കിലും ദൈവത്തിന്റെ സ്വന്തം ജനമെന്നർത്ഥം. ശരിയല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വരിക. സന്താന പുഷ്ടിയുള്ള ദൈവത്തിനറിയാം ഇതിൽ നിന്ന് ചിലതിനെ മാത്രമേ കിട്ടത്തുള്ളൂ. ഹലോ, ഇതിന്ന് 1000 പേരുണ്ട്, 10 കിട്ടത്തുള്ള ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇതിങ്ങനെ വർദ്ധിച്ചു വന്നു. നോഹയുടെ കാലമായപ്പോ ദൈവത്തിന് വേണ്ടിയവർ 8 പേര്, ദൈവത്തിന് വേണ്ടാത്തവർ കോടിക്കണക്കിന് ജനമായി. മനസ്സിലായോ? ദൈവമാണ് ഫാമിലി ഉണ്ടാക്കിയത്. പക്ഷെ ഫാമിലി ആരടിച്ചോണ്ട് പോയെന്നറിയാമോ? ഈ ഫാമിലിയെ പിശാച് അടിച്ചോണ്ട് പോയി. എവിടുന്ന് അടിച്ചോണ്ട് പോയി? ഏദൻ തോട്ടത്തിൽ. ദൈവത്തിന്റെ പ്രോജക്റ്റ് ആരടിച്ചു മാറ്റി? ഇന്ന് ഈ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ പ്രോജക്റ്റിന്റെ പേര് ആരായിരിക്കുന്നേ? ദൈവം സൃഷ്ടിച്ചതാ, ദൈവം ക്രിയേറ്റ് ചെയ്തതാ, ദൈവം ഉണ്ടാക്കിയതാ. ദൈവത്തിന്റെ സ്വഭാവ പ്രകാരം, സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ ആദ്യം ഉണ്ടാക്കിയതാ. എന്നിട്ട് ദൈവം പറയാൻ നിങ്ങൾ ചെയ്യരുത്. ഹലോ, എല്ലാം ഉണ്ടോ ഇവിടെ? ആദ്യം വിഗ്രഹം ഉണ്ടാക്കിയാരാ?
ദൈവം ആരുടെ വിഗ്രഹം? നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനായി. അതൊരു നല്ല തോട്ടല്ലേ? അതെ. അപ്പൊ ദൈവത്തിന്റെ സകല സാദൃശ്യമുള്ള മനുഷ്യനെ ഏത് തോട്ടത്തിന് അടിച്ചോണ്ട് പോയി? ഹലോ, ദൈവത്തിന് വന്ന സങ്കടം നോക്കുമ്പോൾ ഓർത്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സൃഷ്ടിച്ചത്, പിന്നെന്താ? ആഗ്രഹവും പദ്ധതി പ്രകാരം സൃഷ്ടിപ്പ്, ഒരു ക്രിയേഷൻ അല്ലേ? അതിന് നമ്മള് കാക്ക കൊണ്ടുപോകാതെ വളർത്തിയ കോഴിക്കുഞ്ഞിനെ ആര് റാഞ്ചി കൊണ്ടുപോയി? പരുന്ത് ഉള്ളു കൊണ്ടുപോയി. തള്ള പറക്കാൻ പറ്റുന്ന മുഖത്തിൽ എന്ത് ചെയ്യും? തള്ളയ്ക്ക് അതിന്റെ വേദന. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച് ഈ മൃഗങ്ങൾക്കെല്ലാം പേരിടാനുള്ള അധികാരം കൊടുത്ത ആദമിനെ ഹൗവനെ തട്ടിക്കൊണ്ട് പോയ ദൈവത്തിന് വിഷമം വരാതിരിക്കും. അപ്പം ദൈവം വെച്ചൊരു ടെക്നിക്കാണ് സന്താന പുഷ്ടി ഇവന് കൊടുത്താൽ ഇവൻ വർദ്ധിച്ചു വരുമ്പോൾ എനിക്കുള്ളതിനെ ഞാൻ വേർതിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഞാൻ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ആദം ഹവ്വ മരിക്കുന്നതോടുകൂടി മനുഷ്യൻ എന്നുള്ള ചാപ്റ്റർ അവിടെ തീരും. 2 നിന്ന് നോഹയുടെ കാലം വരുമ്പോൾ 8 എത്തി. ഹലോ, ഒരു വലിയ കാലഘട്ടത്തിന്റെ യാത്രക്കകത്ത് 2 പേർ എന്ന് പറയുന്നിടത്ത് നോഹയുടെ കാലം വരെ ദൈവത്തിന് കിട്ടിയത് 8 പേരെ. വീണ്ടും നോഹയോട് ദൈവം പറഞ്ഞു, എന്തോട് വർദ്ധിച്ചു വരട്ടെ. അബ്രഹാമിനോട് പറയുന്നു, ഈ സന്താന പുഷ്ടിയുള്ളതിനായി. അതെന്താ പറയാൻ കാരണം? അബ്രഹാം ദൈവത്തിന്റെ പൈതലാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പൊ അവനിൽ നിന്ന് ജനിക്കുന്ന പ്രജകളിൽ ഒരു 10% ദൈവത്തിന് എന്ത് ചെയ്യും? കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ വർദ്ധിച്ച് പെരുകിക്കോളാൻ പറഞ്ഞു. ഇന്നത്തെ ക്രിസ്ത്യാനി സമൂഹത്തിൽ വിരൽ എണ്ണാവുന്ന മക്കൾ പോലും ഇല്ല. മറ്റുള്ള സമുദായക്കാർക്ക് വീടിനകത്ത് കട്ടിലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അവരാ പരിപാടിയൊക്കെ നിർത്തി മാക്സിമം മുറികൾക്കാർക്കാരുണ്ട്, പിള്ളേരുണ്ട്. നമ്മളവിടെ 2 മുറിയിൽ കിടക്കാൻ ആളില്ല. സന്താന പുഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് പർപ്പസ് ഉണ്ട്, ഹവ്വയെ സൃഷ്ടിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. എന്താ ഹവ്വയെ സൃഷ്ടിച്ചതിന് പർപ്പസ്? എന്താ ഉദ്ദേശം? എന്താ? ആദമിന് കൂട്ട്, ആദമിന് തക്ക തുണയെ ഒരുക്കാൻ വേണ്ടി ഹവ്വയെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് ആദമിന്റെ ഉൽപാദനത്തിന്റെ പിന്നിലെ പർപ്പസ്. ദൈവത്തിന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു ആഗ്രഹം എന്ത് വേണം? എന്റെ മോഡലിൽ ഒരു മോൻ വേണം. അപ്പൊ അതാണ് എന്റെ പർപ്പസ്. ആദം ജനിക്കാനുണ്ടായ കാരണം എന്താ? ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു, ആഗ്രഹമായിരുന്നു. ഹവ്വ ഉണ്ടാവാൻ കാരണം എന്താ? ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. എന്ത്? ആദമിന് ഒരു തുണയെ കൊടുക്കണം. അവിടെ നിന്ന് മക്കളിലേക്ക് വന്നപ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, എന്തുകൊണ്ടായിരിക്കും ദൈവം മക്കൾ ഉണ്ടാകണം, വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞത്? അതിനകത്തൊരു പർപ്പസ് ഇല്ലേ? തലമുറ വർദ്ധിച്ചു വരാൻ പറയുന്നതിനകത്തൊരു പർപ്പസ് ഇല്ലേ? പിശാച് അതിനെ അങ്ങ് അടച്ചു. ഇന്നത്തെ കാലത്ത് മറ്റുള്ള എല്ലാ മതസ്ഥർക്കും മക്കളുണ്ട്. 4, 5, 6 ഉണ്ട്, 7, 8 ഉണ്ട്. ഇന്നത്തെ കാലത്ത് 10 പേരുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് 1 അല്ലെങ്കിൽ 2. നാം 2, നമുക്ക് 2. ഇപ്പൊ നാം 1, നമുക്ക് 1. കുറച്ചു കഴിയുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കാരും വേണ്ട. അങ്ങനെയുള്ള കാലത്തേക്ക് പോകുന്നേ. ദൈവത്തിന്റെ പർപ്പസ് ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പിശാചിന് ഒരു പർപ്പസ് ഉണ്ട്, ജനറേഷനെ മുടിച്ചു കളയണം. തലമുറകളെ പുറത്തോട്ട് കൊണ്ടുവരരുത്. ഇവന്റെ തലമുറ പുറത്തു പോകാൻ എന്റെ രാജ്യത്തിനുള്ള പണിക്ക് തടസ്സമാണ്. പിശാചിന്റെ രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവനൊരു തടസ്സം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് കാണിക്കണം. ഇനി മനുഷ്യ സ്റ്റാച്യു ആരും ചെയ്യണം. സജിനൊരു തടസ്സം. അതുകൊണ്ട് സജിന്റെ സ്റ്റാച്യുവിന് ആ സ്റ്റൈലിൽ ഇനി ആരും ചെയ്യണം.
വിചാരിച്ച് നോക്കിയപ്പോൾ ഏറ്റവും നല്ല പരിപാടി വേറെ പറഞ്ഞു. മക്കളെ, വരും തലമുറ ദൈവത്തെ പ്രഘോഷിക്കുന്ന, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന തലമുറകളെ നശിപ്പിച്ച് കളയുക എന്നൊരു പദ്ധതി ഇപ്പുറത്തും, എന്റെ നാമത്തിന് വേണ്ടി കുറച്ചുപേർ വേണമെന്നുള്ള വേർതിരിക്കുന്ന, വേർപാടനുഷ്ഠിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം വേണമെന്നുള്ള ആഗ്രഹത്തിൽ ദൈവം. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കുടുംബം എന്ന് പറയുന്നത് എന്തിന്റെ നിഴലാണെന്ന് പറഞ്ഞേ? ഒരു വിവാഹം, കുടുംബത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്വർഗീയ വിവാഹത്തിന്റെ നിഴലാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ഈ സ്വർഗീയ വിവാഹം കഴിക്കുന്നത്? യേശു മണവാളനും തന്റെ കാന്തയാകുന്ന സഭയും. ഇതിന്റെ നിഴലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ആരാണ് യേശു മണവാളൻ, ആരാണ് കാന്ത? ആരാ കാന്ത? ഇച്ചിരൂടെ ഡീപ്പായിട്ട് പറഞ്ഞേ, ആരാ കാന്ത? ഇച്ചിരൂടെ ഡീപ്പായിട്ട് പറഞ്ഞു. അതിന് ഒരു ബൈബിളിൽ വചനമുണ്ടോ? ആ മണവാളന് വേണ്ടി ഒരുക്കപ്പെടുന്ന കാന്തയെ വർണ്ണിക്കുന്ന ഒരു വാക്യമുള്ള വചനത്തിൽ വാട്ടം തുളുക്കം മാലിന്യം ഇല്ലാത്ത നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ കാന്ത. ഹലോ, ആ കാന്തയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ദൈവം വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിന്റെ പേര് സഭ. സഭ ലോക ജനതയിൽ നിന്നും ജനറേഷനിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ പേര് സഭ. ദൈവം വർദ്ധിച്ചു വരാൻ പറഞ്ഞതിന് കാരണം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയുടെ ശേഷിപ്പ് എവിടെ വേണം? ആ കല്യാണത്തിന് വേണം. മനസ്സിലായോ? ഇവിടെ നമ്മൾ കണ്ടു ഫാമിലി, മെയിൽ ഫീമെയിൽ. മെയിലും ഫീമെയിലിൽ നിന്നും വീണ്ടും ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനല്ലേ? അങ്ങനെയാ അല്ലേ? മനു, സ്നേഹ. മനുവിന്റെ വീട് വരുന്ന വെളുത്തമലയിൽ. അപ്പൊ വീട് സ്നേഹയുടെ കാരക്കത്തോട്. അപ്പൊ കേഴ ബിയും കെയും രണ്ട് ഫാമിലി. രണ്ട് ഫാമിലിയിൽ നിന്ന് വന്നവർ അവരുടെ ഫാമിലിക്ക് ഒരു പേരിട്ടു, ഷാലോ. എന്നിട്ടു മനുവിന്റെ സ്നേഹയുടെ ഫാമിലി വരുന്ന ഷാലോ. ഷാലോമിന് രണ്ട് മക്കളുണ്ടായി. ഷാലോമിന് രണ്ട് മക്കളുണ്ടായി. പ്രവചനം അല്ല, അതൊന്നും ഏറ്റെടുത്തേക്കരുത്. സഭയെ രണ്ട് മക്കളെ തന്നതിനായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞേക്കരുത്. ഞാനല്ല, ചിലപ്പോ 4-5 ഒക്കെ ദൈവം ചെയ്യും. കയ്യിലേക്ക് പിടിച്ചോ. ഈ ഷാലോമിന് മെയിലും ഫീമെയിലും ഉണ്ടായി. ഈ മനുവിൽ നടന്ന അതേ പ്രോസസ് എവിടെ നടക്കുന്നു? ഇവിടെ നടക്കും. മനുവിന്റെ ആൺകുട്ടിയുടെ പേരെന്നാ? പേര് വരട്ടോ ചെന്നോ? എന്താ പേര് സഹോദരി? ഏത് പേരായിട്ട്? തിമോത്തി. മനുവിന്റെ പെൺകുട്ടി സേവ. നാട്ടുകാരൊക്കെ പേരുന്ന അവസ്ഥയായി. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കൊണ്ട് നമ്മളെ തീർത്തില്ല. പേരൊന്നും സെലക്ട് ചെയ്തില്ല. പേര് ഇടാൻ വേണ്ടി ഞങ്ങൾ പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉടുപ്പും മേടിച്ചിട്ടുണ്ട്. ആ പാവൊന്നും മേടിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഫാമിലിയിൽ നിന്ന് മാത്യുച്ചാന്റെ ഫാമിലി. മാത്യുച്ചാന്റെ ഫാമിലി നെയിം എന്താ? അപ്പച്ചന്റെ വീട് വരെ തന്നെയാണോ? ഈ വി എന്ന് പറയുന്ന ഫാമിലിയുടെ ഒരു പേരാ മനു.
ഇപ്പോഴത്തെ വി എന്ന് പറയുന്ന ഫാമിലിയിൽ വന്ന് ചേർക്കപ്പെട്ട ആളാ സ്നേഹം. ഇവര് രണ്ടുപേരും ഒന്നിച്ചപ്പോൾ ഒരു പുതിയ ഫാമിലി ഉണ്ടായി, ഷാലോം. ഷാലോമിൽ 2 പൈതങ്ങളുണ്ടായി, ഒരാണ് തിമോത്തിയും ഫേബയും. തിമോത്തിയും ഫേബയും ഉണ്ടായ സ്ഥാനത്ത് തിമോത്തിക്ക് കൂട്ടായി വരുന്ന ആളുകൂടെ വന്നാൽ തിമോത്തിയുടെ ഫാമിലി റെഡി. ഇപ്പുറത്ത് ഫേബയ്ക്ക് കൂട്ടുവരുന്ന പുരുഷൻ അടുത്ത ഫാമിലി റെഡി. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു 5 ജനറേഷൻ കഴിഞ്ഞാൽ ഈ ഫാമിലിയുടെ എണ്ണം കൂടുമോ? എന്നാലും ബാധിക്കാൻ എന്തില്ല, എന്റെ കൂടെ നിന്നാ മതി എന്ന് പറയും. എത്ര എണ്ണം കൂടിയാലും ഞാൻ പറയും എന്റെ കണ്ണടയ്ക്കുന്ന വരുന്നില്ല മതി, എന്റെ കൂടെ നിന്നാ മതി. ആ എന്റെ മക്കൾ എന്റെ കൂടെ, കൊച്ചുമക്കളൊക്കെ അബ്ദിയലിന്റെ ഭാര്യയുടെ പേരെന്നാടാ, റിസ്ക് ഇല്ല. ഒരു അല്ലേക്കൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ നോക്കിക്കേ, നമ്മുടെ ചിന്തകളെ പിശാച് ചെയ്തു മാറ്റിക്കളഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, മാത്യുച്ചേനെയും ആലിസാന്റെയും ദൈവം തിരഞ്ഞെടുത്തത് മനുവിനെ സ്നേഹയും പോലെ ഒരു ഫാമിലി, അനുവിനെയും ഹസ്ബൻഡിനെ പോലെ ഒരു ഫാമിലി. അബ്ദിയലും വന്നു, കണ്ടോ അടുത്ത കണക്ഷൻ വന്നോ? അബ്ദിയലിന്റെ ഫാമിലി, അവിടെ 2 ജനറേഷൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എണ്ണം എന്തായി വർദ്ധിച്ചു. പിശാചിന് അറിയാം. അപ്പൊ പിശാച് എന്ത് ചെയ്യും? ഇതിനെങ്ങനെങ്കിലും ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ ആരും ഈ ഒരു അജണ്ട മുന്നമേ കണ്ട് ദൈവത്തിന് കൊടുത്ത പണിയായതില്ല. മനസ്സിലായോ? ദൈവത്തിന് അന്നൊരു പണി കൊടുത്താൽ മതി. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും ദൈവികമല്ല. ഞാൻ പറഞ്ഞില്ലേ, ആദമും ഹവ്വയും വന്നപ്പോ 2, നോഹ വരെ എത്തിയപ്പോ 8, ബാക്കിയുള്ള പോയി. കുറഞ്ഞത് ഒരു 10% അല്ലേ? അബ്രഹാം എന്ത്? നിന്റെ സഹോദരൻ പാർക്കുന്ന ദേശത്തെ ഞാൻ ചെയ്യാൻ പോവാ, നശിപ്പിക്കാൻ പോവാ. പുള്ളി 50 തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പറഞ്ഞു 50 തുടങ്ങിയിട്ട് വന്നു നിന്ന് അവിടെയാ ഒന്നേ. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം? എന്റെ എണ്ണം കുറഞ്ഞു പോയെ? ഏത് പ്രവൃത്തിയാ കൂടുതൽ നടന്നേ? പാപത്തിന്റെ പ്രവൃത്തിയാ കൂടുതൽ നടന്നത്. പൈശാചിന്റെ ഇഷ്ടമാണ് അവിടെ നടന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ കുറവായി പോയി. മനസ്സിലായോ? ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തോട് കൂടെ വസിക്കുന്ന, ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന, തന്റെ സ്വന്തം എന്ന് പറയുന്ന ചിലർ. മനസ്സിലായോ? എന്റെ ദൈവത്തിന് എന്റെ എന്ന് പറയാൻ കൊള്ളാവുന്നത് ഈ മൃഗത്തിനൊന്നുമല്ല കേട്ടോ. അതിനൊന്നും ദൈവം വില കൊടുത്തില്ല. അതുകൊണ്ട് നീ പേരിട്ടോടാ. അത് ഞാൻ പറയാറില്ലേ ചില സമയത്ത് മാനോട്, നീ എന്നാന്ന് വെച്ചാൽ നോക്കി കണ്ടങ്ങ് ചെയ്താൽ മതി, അതിനിപ്പോ ഞാൻ വരേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ആദ്യം ഉറപ്പുണ്ട് എന്റെ മോൻ അവൻ മാന്യമായിട്ടുള്ള കാര്യങ്ങളെ. ദൈവം വന്നത് പറയുക, നീ ഇങ്ങോട്ട് വന്നേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൃഗത്തിനൊക്കെ ഒന്ന് പേരിട്ട്. ഇതെന്താ പേര്? ഇത് ആന. പോട്ടെ, ആന പോട്ടെ. ഇതേതാ? സിംഹം. സിംഹം എന്ന് പറയുമ്പോൾ ഭാഷകൾ എന്തിനാ നോക്കുന്നത്? സിംഹം, ആട്, കോഴി, പശു പേരിട്ടു. അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഒരു ലെറ്ററിന്റെ അടിയിൽ ഒരു സിഗ്നേച്ചർ ഇടുകയാണ് ദൈവം. എന്താ പറയാമോ? മേളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല പേരും ഞാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നു. യെസ്, ഇന്ന് മുതൽ അതായിരിക്കട്ടെ. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴമുണ്ട്. ആ ഫാമിലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവന്റെ ആ സ്നേഹത്തിന്റെ ആഴം എന്തായിരുന്നു? അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിഷമിക്കരുത്. അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കരുത്. അവൻ ഏകനായി ഇരിക്കരുത്. അവൻ കരയരുത്. അവൻ എപ്പോഴും സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ദൈവ സന്നിധിയിൽ വസിക്കണം. അതായിരുന്നു ഒരു ഫാമിലി ക്രിയേഷന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം. എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നത് തോട്ടത്തിൽ വരുന്നത് ഫാമിലി ആയിട്ട് നടക്കും. തിരിച്ചു നോക്കിയാൽ അത് നമ്മുടെ ദൃഷ്ടി
നമ്മുടെ ഇമാജിനേഷനിൽ ചിന്തിച്ചു നോക്കി, ഏത് തോട്ടത്തിനകത്ത് ആപ്പിൾ മരത്തിലേക്ക് ആദം പറിക്കാൻ പോകുമ്പോൾ യേശു ഒരു പറിച്ച് ആദമിന് കൊടുത്തു. അമ്മമ്മ ഏണി എടുക്കാൻ ഓടിയപ്പോൾ യേശു കൈ എത്തിച്ച് പറിച്ചു. ഇച്ചിരി വെള്ളം കുടിക്കണം തോന്നിയപ്പോൾ വാ നമുക്ക് ആ തോട്ടിൽ പോയി പീശോനിൽ നിന്ന് കുടിക്കും. ഇന്നലെ ഒന്ന് കുടിച്ചേ കീ ഹോണി നമ്മൾ കുടിച്ചേ, നമുക്ക് പീശോനിൽ നിന്ന് കുടിക്കാം. അവിടെ ഇച്ചിരി മധുരമുള്ള വെള്ളം, ദാഹത്തിന് വെള്ളം, തണലിന് മരം, ഭക്ഷിക്കാൻ ഫ്രൂട്ട്സ്. ഏറ്റവും നല്ല ഭക്ഷണമാണ് ഫ്രൂട്ട്സ്. ഉത്തമമായ, ശരീരത്തിന് ഏറ്റവും ഉത്തമം. കുക്ക് ചെയ്യണോ, ഗ്യാസ് മേടിക്കാൻ പോണോ, വിറകെടുക്കാൻ പോണോ, കത്തിക്കാൻ പോണോ, ആ ഫെസിലിറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. ഏത് പുല്ലിലും പോയി കിടന്നോളാം. ഭയമില്ല. ഒറ്റയ്ക്ക് കിടക്കാൻ ഇപ്പൊ എവിടെയാ? ഇപ്പൊ ശയനച്ചേട്ടൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് 2 പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നു. ഇവിടെ കിടക്കണം, പാഷാൻ കേട്ടുപോയി അല്ലേ? ഞാൻ ഒറ്റയ്ക്കാന്ന് പറയാൻ പെട്ടെന്ന് ചിന്തിക്കും, ഈ അച്ഛൻ ഇല്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കും, പപ്പയും മമ്മിയില്ല, എന്നാ മെസ്സേജ് കൊണ്ട് വിളിച്ച് അല്ലേ? എന്നാൽ ആ ഏതൻ തോട്ടത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഭയമില്ലായിരുന്നു. ഇവർക്ക് മൃഗത്തെയും ഭയമില്ല. കാരണം എന്താ? എടാ ആരെ നിന്റെ പേരിട്ടത് ഞാനാ എന്ന് പറഞ്ഞ ടീമാ ഇപ്പുറത്തേക്കുന്നത്. മനസ്സിലായോ? ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് ദൈവം സൃഷ്ടിച്ചതിന്റെ സകലത്തിന്റെ താക്കോല് കൈ കൊടുത്തത് എവിടാന്നറിയാമോ? ഈ ഫാമിലിയുടെ കയ്യിൽ. ഭൂമിയും ഭൂമണ്ഡലവും ആകാശവും സമുദ്രവും സൃഷ്ടിച്ചിട്ട് ദൈവം അധികാരം കൊടുത്തത്, ആ മുദ്രപത്രം എഴുതി, ആ ഡീഡ് എഴുതി കൊടുത്തത് മനുഷ്യന്റെ കയ്യിലാണ്. ഫാമിലി. നമുക്കുള്ളതെല്ലാം വിറ്റ് ഇന്ന് നമ്മൾ എവിടെ താമസിക്കുന്നത്? വാടക വീട്ടിൽ. രാവിലെ നമ്മൾ പറഞ്ഞ ദൈവം ഫാമിലിയെ സൃഷ്ടിച്ചപ്പോ അവന് വേണ്ടതെല്ലാം ഫാമിലിക്കുണ്ടായിരുന്നു. അവന്റെ ഫാമിലിക്ക് വേണ്ടുന്ന A to Z വസ്ത്രം പോലും മാറണ്ടായിരുന്നു കേട്ടോ. ഒരു തയ്യക്കാരൻ്റെ അടുത്ത് പോകുന്നത്. എന്നാൽ ഇത് നഷ്ടമായത് എവിടെയാണെന്ന് അറിയാമോ? ഈ ഫാമിലിക്കകത്ത് പ്രശ്നം വന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒന്നുകൂടെ ചിന്തിക്കും. ഫാമിലിക്കകത്ത് പ്രശ്നം വന്നത് നിത്യ അവരുടെ ഫാമിലിയിൽ എപ്പോഴാണ് പ്രശ്നം വന്നേ? നോ അതിച്ചാ ഞങ്ങൾ ഒരു ദിവസം ഒരു പ്രൈവറ്റ് ക്ലാസ്സിൽ പോയപ്പോ ആ ദൈവദാസൻ എന്നില്ല, ഭൂമിയിലില്ല, പുള്ളി മരിച്ചുപോയി. പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ എല്ലാവരും മിണ്ടാതിരിക്കുക. അപ്പൊ പുള്ളി പറഞ്ഞ ഡയലോഗാണ്, നിങ്ങളുടെ പാസ് പറഞ്ഞു കാണും, ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ച് എന്ത് ചെയ്യരുത്, മിണ്ടരുത്. കാര്യം പുള്ളിക്ക് അത് അറിയാവുന്നത് നമുക്ക് നോക്കണം. ആദ്യം ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയാവുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണോ ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാവുന്ന എന്ത് ചെയ്തു പറഞ്ഞു. എന്തായാലും നമ്മുടെ ചോദ്യം, ഫാമിലിക്കകത്ത് പ്രശ്നം വന്നത് എപ്പോൾ, എന്തുകൊണ്ട്, എപ്പോഴും വന്നു? സാത്താന് ഏത് തോട്ടത്തിൽ കയറാൻ അവസരം കൊടുക്കുമ്പോൾ? പാമ്പ് പറഞ്ഞ എന്താ പറഞ്ഞ? പാമ്പ് വന്നു. അങ്ങനെ പറഞ്ഞാൽ കേട്ടില്ല, അത് കേട്ടില്ല. പാമ്പ് പറഞ്ഞത് കേട്ടില്ല. പാമ്പ് എപ്പോഴാണോ ദൈവ സന്നിധിയിലേക്ക് കയറാൻ ദൈവം അനുവാദം കൊടുത്തത്, അപ്പോൾ സ്വാധീനം പാമ്പ് ഏറ്റെടുത്തു. അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞോ കേട്ടോ, അങ്ങനെയാണോ? അതെ. ഏതൻ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടം, പറുദീസ, തേജസ്സിനകത്ത് വസിക്കുന്ന ഒരു ഫാമിലി. അവരുടെ അടുത്തേക്ക്, ഇയ്യോബിന്റെ അടുത്തേക്ക് ഒരു സാത്താൻ വന്നതുപോലെ പാമ്പ് വന്നിട്ട് ഒരൊറ്റ ചോദ്യം,
സംശയത്തിന്റെ ഒരു സ്പിരിറ്റിനെ എന്ത് ചെയ്തു? ഫസ്റ്റ് ഹലോ ഗുഡ് മോർണിംഗ് എന്നല്ലേ പറഞ്ഞേ? ഹലോ, നിങ്ങളാണ് എനിക്ക് പേരിട്ടതൊക്കെ എനിക്ക് അറിയാം. പക്ഷേ എന്തോ ഞാനിങ്ങനെ കേട്ടു, നിങ്ങളോട് ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളതായിട്ട്. പുള്ളി ഭക്ഷണം കഴിക്കാൻ വന്ന പാമ്പ് എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് പോയാൽ പോരെ? കാട്ടിൽ വരുന്നൊരു മൃഗം അതിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അതങ്ങ് പോയാൽ പോരെ? അതെന്തിനാ ഈ മനുഷ്യന്റെ അടുത്തോട്ട് വന്നേ? ദൈവം അതിനെ അനുവദിച്ചു. ഇപ്പൊ എന്തേ കുടുംബത്തിനകത്ത് പ്രശ്നം? ദൈവം അനുവദിച്ചു. ദൈവം അനുവദിച്ചു കഴിഞ്ഞപ്പോ കുടുംബത്തിനകത്ത് സ്ത്രീ ബലഹീന പാത്രമെന്നും പിന്നെ ബാക്കി എന്റെ ജീവന് ക്രിസ്തുവിന് കൂട്ടവകാശികളെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ ഈ പാമ്പ് പോയിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് ആരുടെ പവറാന്നറിയാമോ? സ്ത്രീയുടെ പവർ. ബലഹീനയാണെന്ന് ആർക്കറിയാം? പാമ്പിനറിയാം. പാമ്പിനറിയാം എവിടെ പിടിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇരുന്നോണം. ഏത് സമയത്തും നമ്മുടെ അടുത്ത് ആരും വരും. നമ്മുടെ വഴിയെ തെറ്റിച്ച് കളയുന്ന, നമ്മുടെ ഫ്യൂച്ചറിനെ നശിപ്പിച്ച് കളയുന്ന, ദൈവ സാന്നിധ്യത്തിൽ നമ്മളെ അകറ്റി കളയുന്ന ചില ചിന്തകളും ചില ആഗ്രഹങ്ങളും ചില ഇഷ്ടങ്ങളും പിശാച് കൊണ്ടൊന്ന് ഡംപ് ചെയ്താൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം, ഹല്ലേലൂയ, അത് ദൈവം അനുവദിച്ചിട്ട് വന്നതാണ്. പക്ഷേ നോ പറയേണ്ടടുത്ത് നോ പറയണം. പിശാച് കൊണ്ടിട്ടത് ചെറിയൊരു സംശയത്തിന്റെ പേരാണ്. എന്തായിട്ടെ? ചെറിയൊരു സംശയം. ചെറിയ സംശയം. എന്താ സംശയം? എന്താ സംശയം? ദൈവം പറഞ്ഞതിനെ ചോദ്യം ചെയ്യുക. ദൈവം പറഞ്ഞു നീ തിന്നോ, പക്ഷെ നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഞാൻ അതിനാ നേരത്തെ പറഞ്ഞേ, മതിച്ചാനൊരു കാര്യം മനുവിനോട് പറഞ്ഞാൽ മനുവിന് അറിയാം എന്റെ അപ്പ പറഞ്ഞതേ ഞാൻ ചെയ്യാവുള്ളൂ, അല്ലേ? ഇത് ആർക്കറിയാം? ആദമിനറിയാം. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ആദം ആ ഭാഗത്തോട് പോകുന്നില്ല. ഹൗവയ്ക്ക് പലതവണ ഇത് കണ്ടപ്പോ അതിനോടൊരു ആഗ്രഹം തോന്നിക്കിടക്കുക. ഇത് കണ്ട പിശാച് നേരെ വന്നിട്ട് ചോദിച്ചു, ഞാൻ അത് പറയിച്ച് തിന്നരുതെന്ന് നിന്റെ പിതാവെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതെ, തൊടരുതെന്ന് പോലും പറഞ്ഞു. ദൈവത്തിന്റെ സകല പദ്ധതിയും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു. ചില പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും. ആ ഒരു പ്രശ്നത്തിനകത്ത് ആ ഫാമിലി ലൈഫ് സ്പോയിലായിരിക്കും. അതിനെ നികത്താൻ പറ്റത്തില്ല, അതിന് പകരം വെക്കാൻ പറ്റത്തില്ല, അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഫാമിലി എന്ന് പറയുന്നത് ദൈവിക പദ്ധതിക്കകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ സഭയ്ക്ക് കാന്ത എന്ന് പേരിട്ടത്. നാം നമ്മുടെ സ്വരൂപത്തിൽ ആരെയാണ് ആദ്യം ഉണ്ടാക്കിയത്? മനുഷ്യനെ. പുരുഷനെ. മനുഷ്യനെന്ന് പറയുമ്പോൾ അതിനർത്ഥം പുരുഷൻ എന്നാണ്. പക്ഷേ രണ്ടാമത് ദൈവത്തിന് വേണ്ടി അറിയാമോ? കാന്തയെ. ആദ്യം മനുഷ്യന് പേരിട്ടെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ, രണ്ടാമത്തെ അവന്റെ ചൂസ് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണോ അതിനെ ദൈവം പിടിച്ചത്. എന്തോ ആ സഭ കാന്തയാണെന്നും ഞാൻ മണവാളനാണെന്നും സഭയാകുന്ന കാന്തയെ വേടി കഴിക്കാനാണ് ഞാൻ മധ്യാകാശത്തിൽ വരുന്നതെന്നും യേശു മധ്യാകാശത്തിൽ വരുന്ന ആ മഹാ വിവാഹം നടക്കുന്ന വേളയിൽ തന്റെ കാന്തയെ നിർദോഷവും നിഷ്കളങ്കവും പരിശുദ്ധവുമായ തന്റെ കാന്തയെ ചേർക്കുമെന്നുള്ള ഒരു ഉപമ പറയാനുള്ള കാരണം അവന്റെ സങ്കടമാണ്. ദൈവത്തിന്റെ സങ്കടം. അയ്യോ, എന്നിൽ നിന്ന് അകന്നു പോയല്ലോ, എനിക്കതിനെ വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പിന്റെ പേരാ കല്യാണം. എന്താണ്? വിവാഹം. ആ വിവാഹമാണ് ഭൂമിയിൽ അതിന് സാദൃശ്യപ്രകാരം നിഴലായി ഒരു കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യാൻ ദൈവം വച്ചിരിക്കുന്നു.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ചോദ്യമുണ്ട്. ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം നമ്മുടെ ഭൂമിക്കും അതിന്റെ സൃഷ്ടിപ്പിനും പറയുന്നുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന്. ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നത് ഈ 2024 കഴിക്കുന്ന പോലെയാണോ? സ്ത്രീധനം കൊടുത്ത് മേടിച്ചിട്ടാണോ? തനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുമല്ലായിരുന്നു, അങ്ങനല്ലേ? അതേ, തനിക്ക് ബോധിച്ചവരുടെ കൂടെ ജീവിക്കുമായിരുന്നു. എന്നാൽ മനുഷ്യൻ കാലക്രമേണ ഈ കുടുംബത്തിന് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഏകഭാര്യ ഇന്ത്യയിലുണ്ട്. കുടുംബത്തിനകത്ത് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. കുടുംബം ഇങ്ങനെയായിരിക്കണം. കല്യാണം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെക്കണം. ആ ഫംഗ്ഷനകത്ത് പുരോഹിതൻ വരണം. പുരോഹിതന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം? കല്യാണം നടക്കണം. ഇനി അവരുടെ മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളുടെ കല്യാണവും ആര് നടത്തണം? 2024 ആയപ്പോ ഇപ്പൊ കാലം അങ്ങനെ നിൽക്കുന്നു. അതിനർത്ഥം ഈ ഫാമിലി എന്നുള്ള മാനുഷിക കൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലാക്കിയെടുത്ത ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യനല്ലേ? അതേ, ദൈവം അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊന്നും തീർന്നില്ല, തലക്കെട്ടില്ല. ഞാൻ അതാണ് ഇന്ന് രാവിലെ ചോദിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം പൂർണ്ണതയുള്ളതാണ്, പൂർണ്ണത, തികവുള്ളതാണ്, നിറവുള്ളതാണ്. ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് മെയിനായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഫാമിലി. പ്രോഡക്റ്റ് അങ്ങനെ ചിന്തിക്കുന്നതിന് ദൈവം ആകാശം, ഭൂമി, സമുദ്രം, ജന്തുക്കൾ, സസ്യങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, കുടുംബം. മനസ്സിലായോ? ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ കുടുംബം ആരെ സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. ഈ കുടുംബത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ എണ്ണം പറയുന്ന സമയത്ത് നമ്മൾ എന്തോ പറയണം? സൃഷ്ടിപ്പ് പറയുമ്പോൾ എന്തൊക്കെ പറയണം? കുടുംബം ദൈവം സൃഷ്ടിച്ചല്ലെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? പിന്നെ വായിക്കാവോ? എഴുതിയില്ലല്ലോ. പുരുഷൻ എഴുതിയ പിന്നെ സ്ത്രീ എന്നായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. പുരുഷന് 2 തലങ്ങളുണ്ട്. ഒന്ന് ആത്മതലം, ഭൗതിക തലം. ഭൗതിക തലത്തിലുള്ള പേരുകളൊക്കെ ഒന്ന് പറയാമോ? പുരുഷന് ഭൗതിക തലത്തിലുള്ള പേരുകൾ: ഭർത്താവ്, പിതാവ്, മകൻ, അമ്മായിയപ്പൻ, പിന്നെ മരുമകൻ, അളിയൻ, വല്യപ്പൻ, സഹോദരൻ, അത് നമ്മൾ എഴുതിയില്ല. അപ്പൂപ്പൻ എഴുതിയില്ല. അപ്പൻ എഴുതിങ്ങനെ കുത്തുണ്ട്. അപ്പൂപ്പൻ. പിന്നെ അമ്മാച്ചൻ, ഒരുമിച്ചാണല്ലോ പഠിക്കുന്നത്. അമ്മാച്ചനെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അമ്മാച്ചനെ ഇവിടെ കിട്ടിയ അമ്മാച്ചൻ പുരുഷനാണല്ലോ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അബ്ദിയലോ? സഹോദരൻ എഴുതിയല്ലോ. കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല. കൂട്ടുകാരെ നമ്പർ ഓഫ് പീപ്പിൾ അല്ലേ, വ്യക്തികളുടെ കൂട്ടത്തിലല്ലേ കൂട്ടുകാരെന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണെന്ന് അറിയാമോ? ഇത് പുരുഷനാണ്. ഏത് തലത്തിലേക്ക് പുരുഷന്മാരെ? സ്പിരിച്വൽ,
ഇത് ഭൗതികം. ഇത്രയും പേരുകൾക്കാണ് ഇന്ന് നമ്മൾ വില കൊടുക്കുന്നത്. ഹലോ, അമ്മാച്ചനെ കണ്ടിട്ട് അവനൊരു വാക്ക് ഹലോ മിണ്ടി. അളിയൻ വീട് വരെ വന്നാ, പക്ഷെ അവനെ ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. പിണക്കത്തിന്റെ കാരണം പറഞ്ഞേ, പിണക്കത്തിന്റെ അപ്പനോട് അവൻ അങ്ങനെ പറയോ. വലിയപ്പം വന്നപ്പോ അവനെ കസേരയിൽ കൊണ്ടിരുന്നില്ല, എഴുന്നേറ്റില്ല. നിങ്ങളൊന്നും ഗതി പിടിക്കത്തില്ലെന്ന് അപ്പോളെ. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെതാണ് എങ്കിലും ഒരു സെക്കൻഡ് പാർട്ടാണ് അല്ലെ. ഇതിനകത്ത് എല്ലാം നിങ്ങളുടെ കുടുംബത്തിന്റെയാണ്. പക്ഷെ ഇതിനകത്ത് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് ഭർത്താവ്, പിതാവ്, മകൻ. ഇത്രേ ഉള്ളൂ ഡയറക്റ്റ് കണക്ഷൻ. മരുമോൻ വരെ സെക്കൻഡ് കണക്ഷൻ അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ റോള് എന്താന്ന് പറയാമോ? ഭർത്താവ്, ആ പുരുഷന്റെ പേരാണല്ലോ ഭർത്താവ്. ആ ഭർത്താവിനുള്ള റോൾ എന്താണ്? ഭർത്താവ് ഗുരുവല്ല, ഭർത്താവ് നല്ല ഗുരു. ഗുരു എന്ന് പറഞ്ഞാലാ ഭർത്താവ്. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് പണ്ടോട്ട് ഒരു ഗുരുവാ. നല്ലൊരു ടീച്ചർ ആയിരിക്കണം. വേണ്ടേ? വേണം. ഞാനാണോ? ഭർത്താവ് ഇടയനായിരിക്കണം. ഭർത്താവ് എന്തായിരിക്കണം? ഇടയനായിരിക്കണം. ഒരു റോളോട് പറയാമോ? എനിക്ക് കിട്ടാത്ത വല്ല നിങ്ങളുടെ ഉണ്ടെന്ന് അറിയാനാ. കുടുംബത്തിന്റെ ന്യായാധിപതി ആയിരിക്കണം, ജഡ്ജ് ആയിരിക്കണം. ആരും പറ്റിയ ആളാണ് അതിജെ. എടാ ഓടിക്കോ, അപ്പൻ വരുന്നുണ്ട്. താഴെ നിന്നൊരു ചുമയ്ക്കുമ്പോഴേ അമ്മ പറയും മതി മതി ചൊറിഞ്ഞത്, ഓടിക്കോ. പബ്ജിയിലൊക്കെ ആണെങ്കിൽ താഴെ നിന്ന് കയറി വരുന്നുള്ളൂ ചോദിക്കും. പക്ഷെ മനുവൊക്കെ നിങ്ങളെ മുള്ളിയത് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വല്യപ്പച്ചന്റെ താടിക്കൊക്കെ തട്ടുന്നത് അബ്ദിയിൽ. പഴയ അബ്ദിയിലൊന്നും അല്ല, പഴയ അപ്പച്ചനൊന്നും അല്ല. അപ്പച്ചന്റെ റോള് മാറിപ്പോയി. അപ്പച്ചന്റെ ഈ റോള് മാറിപ്പോയി കേട്ടോ. അപ്പച്ചന്റെ ഇപ്പൊ റോള് അറിയാമോ? അപ്പൂപ്പൻ. പുരുഷന്റെ പൊസിഷൻ മാറി. ഈ ഭർത്താവ് എന്ന് പറയുന്നതിനകത്ത് ഗുരുവിന്റെ സ്ഥാനം ആത്മീയമായിരിക്കണം. ഹലോ, ശരിയല്ലേ? ഭർത്താവ് എന്ന് പറയുന്നിടത്ത് ഇടയന്റെ സ്ഥാനം ആത്മീയമായിരിക്കണം. ന്യായാധിപതി ആയിരിക്കുന്നതും ആത്മീയമായിരിക്കണം. ജഡത്തിൽ നിൽക്കുന്നതെല്ലാമാണ്. മനസ്സിലായോ? ഇപ്പുറത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ജഡത്തിലാകാം. പക്ഷേ ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നിടത്ത് നീ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഭർത്താവ് എന്ന് പറയുന്നത് എവിടാന്ന് അറിയാമോ? ഫാമിലിക്ക് അകത്താണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ഭർത്താവ്. ഇനി നമ്മള് ഒരെണ്ണം ഞാൻ വിട്ടുപോയി, നിങ്ങൾ ആരും പറഞ്ഞില്ല. എന്താണ്? അല്ല, ഒരു ഭർത്താവ്
ഒരു നല്ല പുരോഹിതനായിരിക്കണം. വേണ്ടേ? ഞങ്ങളുടെ ചർച്ച പാസ്റ്റുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇയാള് പുരോഹിതനൊന്നും തൽക്കാലം ഇയാൾ ഇരിക്കുന്ന ഓർഡറിനൊക്കെ പുരോഹിതൻ ഏത് ഇടയൻ എന്ന് പറയുന്നതിനകത്ത് അത് ഉണ്ടെങ്കിലും ഇടയസ്ഥാനം വേറെ, പുരോഹിത സ്ഥാനം വേറെ. ഇത് ആത്മതലത്തിൽ ഫാമിലിക്കുള്ള നോട്ടാണ്. ഫാമിലി. ഇത് ഭൗതിക തലത്തിൽ പുരുഷനുള്ള പേരുകളാണ്. മകൻ നാളെ ആരാകും? മകൻ ആരാകും? അപ്പൂപ്പൻ ഒരു നാൾ ആരായിരുന്നു? മരുമകൻ ആരാണ്? അളിയൻ. സഹോദരൻ ഭർത്താവാകും. അമ്മാച്ചൻ ഭർത്താവാണ്. അപ്പോ പുരുഷന് ഭർത്താവ് എന്ന പേര് വന്നാൽ കുടുംബത്തിനകത്ത് അവന്റെ റോൾ കൂടി, അവന്റെ പ്രവർത്തന മണ്ഡലം വർദ്ധിച്ചു. ഓക്കെ, അതിന് ഞാൻ ഒരു ചെറിയൊരു ബൈബിളിൽ ഒരു കോട്ട് ഞാൻ ലിങ്ക് ചെയ്തത് ഇതാണ്. സ്വർഗീയ പദ്ധതിയാണ് ഭൂമിയിൽ കുടുംബം വാഴുക എന്നുള്ളത്. സ്വർഗീയ പദ്ധതിയാണ് ഈ ഭൂമിയിൽ കുടുംബം എന്ത് ചെയ്യാം? വാഴുക. അതുകൊണ്ടാണ് യേശുവിന്റെ അടുത്ത് തന്റെ ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. അതിനകത്ത് യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു കൊട്ടേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ. എന്തായിരിക്കും ഈ സ്വർഗത്തിലെ ഹിതം? ഹലോ, ഈ നഷ്ടപ്പെട്ടു പോയതിനെ പിടിക്കാൻ വന്ന ആളല്ലേ യേശു? യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ? അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നിന്റെ രാജ്യം വരണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിന്റെ ഇഷ്ടം എന്തായിരുന്നു? ദൈവത്തിന്റെ ഇഷ്ടം കുടുംബം. അതിനി എവിടെ വാഴണം? ഭൂമിയിൽ വീണ്ടും ഒരു ക്രിയേഷൻ ചെയ്തിട്ട് ഫാമിലി 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 അങ്ങനെ ഒരു ക്രിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. അതിനകത്തു നിന്നോ ദൈവം വീണ്ടെടുക്കാൻ ഭൂമിയിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിനകത്ത് പഠിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനർത്ഥം ഫാമിലി എന്നുള്ളൊരു പറയാതെ പറയുന്ന ഒരു കോട്ട് അതിനകത്തുണ്ട്, ഇല്ലേ? ഉണ്ടെന്നേ. ഇത് ഈ ക്ലാസ് ഒരിക്കലും നമുക്ക് 1-2 ദിവസം കൊണ്ട് തീരത്തില്ല. ഇത് 3-4 പാർട്ടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഭർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഇപ്പൊ ഇതെല്ലാം ഭർത്താക്കന്മാരാണെന്ന് മനസ്സിലായി. പുരുഷനല്ല, ഭർത്താവിന്റെ റോൾ വരുന്നവരാണ് അവർ ഭർത്താക്കന്മാരാണ്. ഈ ഗുരു എന്ന് പറയുന്ന റോൾ എവിടാന്നറിയാമോ? ഗുരു, അധ്യാപകൻ. തന്റെ ഭാര്യയ്ക്ക് ഒരറിവ് കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ആളെ അയാൾ ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. എനിക്കിതൊന്നും അറിയാത്ത പോലെ. അതിനകത്തൊരു റോളുണ്ടെന്നേ ഭർത്താവിന്. ദൈവം അതാണ് ഫാമിലി എന്ന് പറയുന്നത്. അതാണ് സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയാൻ കാരണം. സ്ത്രീ എന്നാ തലമൊക്കെ എന്ന് പറഞ്ഞാലും ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്യത്തിന് കണ്ണിക്കണ്ട പുരുഷനല്ല, ഭർത്താവെന്ന പുരുഷനാണ് അവളുടെ തല. കേട്ടാ? ഗുരുസ്ഥാനത്ത് നിന്ന് ആത്മീകമായ കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന ഭർത്താവ് നല്ല ഒരു ഗുരുവായിരിക്കും, അല്ലേ? അപ്പോ ഇന്ന് പെന്തക്കോസ്തിനകത്ത് ഇല്ലാത്തത് തന്നെ ഗുരുസ്ഥാനം. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അവിടെ വരെ ഒന്ന് പോവാ. എന്തിനാ പോകുന്നത്? ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം.
ഒരു ഗുരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ കുട്ടികളെല്ലാവരും എന്നെ എടുക്കും, എഴുന്നേക്കും. എന്നിട്ട് അടുത്തത് എന്താ പറയുന്നത്? വിഷി അല്ലേ? നമ്മളെ വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് ആ സ്റ്റൂൾ ഒറ്റ തട്ടങ്ങൾ തട്ടിയിട്ട് ആ സ്റ്റൂള് പോയി ടി വി ഇരിക്കുന്ന സ്റ്റാൻഡിൽ പോയി ഇടിച്ച് അവിടെ നിന്ന് പൂവെല്ലാം കൂടെ മറിഞ്ഞു വീണ് അപ്പോഴാണ് അടുക്കളയിൽ ഇരിക്കുന്ന അമ്മായിപ്പാണ് അറിയുന്നത് അവൻ വന്നെന്നാ അല്ലേ? എത്തിച്ചിരിക്കും. ഗുരുസ്ഥാനികനായ ഒരു വ്യക്തിയാണ് നിന്റെ ഭർത്താവ്. റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ്. എപ്പോ ഇരിക്കുന്നിടത്ത് നിന്നും ബൈബിൾ ക്ലാസ് ആണേ ഇതൊക്കെ പറയണ്ടേ? പിന്നെ പറയണം, ഇതാണ് പറയണ്ടേ. ആ ഇത് കേട്ടിട്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്ത് കിട്ടട്ടെ, എനിക്ക് ഗുരുസ്ഥാനെങ്കിലും കിട്ടട്ടെ. ഞങ്ങൾ ഈ പുരുഷന്മാരുടെ സൈഡിൽ നിൽക്കുന്നവരാ പറയുന്നത് കേട്ടോ, ഞാനല്ല. ഒന്ന് എഴുന്നേൽക്കണം. ആര് വന്നിരിക്കുന്നു? കെട്ടിയോ വന്നിരിക്കുന്നു. ഞാനോട്ട് നിരങ്ങിട്ട് വന്നിരിക്കും. എവിടെ പോയി ഇത്ര നേരം? ആരെ പോയി നോക്കാൻ പോയതാ? രാവിലെ പോയതല്ലേ? വെയില് ഭക്ഷണമൊന്നും വേണ്ടേ? ഞങ്ങൾ ഓട്ടാക്കി വെക്കുന്നതൊക്കെ ഇതൊക്കെ ആര് നിങ്ങൾ ചോദിക്കാറില്ല, അറിയാതെ പലപ്പോഴും. അത് മാറണം. നിന്റെ ഗുരു നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ ക്ലാസ് റൂമിലേക്ക് കയറി വന്നാൽ നീ എന്ത് ചോദിക്കും ഗുരുവിനോട്? ഇത് വേണോന്ന് ചോദിച്ചില്ലെങ്കിൽ നീ എന്ത് ചോദിക്കും? സാറ് ഭക്ഷണം കഴിച്ച ചോദിക്കൂലേ? ചോദിക്കണം. അതാ മര്യാദ. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ഹൈസ്കൂളും സ്കൂളും പള്ളിക്കൂടും ഒക്കെ ആയി കഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ടീച്ചറിനെ ഓടിച്ചിട്ട് അടിക്കുക. ടീച്ചർ ക്ലാസ്സിൽ കയറി എന്തോ പറഞ്ഞ അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ തൊഴിക്കുക ടീച്ചറിന്. കാലത്തിന്റെ പോക്കുണ്ടോ? ഒരു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി കുടുംബത്തിനകത്തേക്ക് കയറി വരുമ്പോ നീ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്ക്. അതുകൊണ്ട് നിന്റെ ഒരു മാനവും ഇല്ല, പിന്നെ മാനം കൂടത്തുള്ളൂ. നിന്നെ പുറത്തു നിന്ന് വീക്ഷിക്കുന്നവര് നോക്കുമ്പോ റെസ്പെക്ട് അല്ലേ? റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗുരുസ്ഥാനീയനായ വ്യക്തിയാണ് ആര്? ഭർത്താവ്. ബൈബിൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെ പഠിക്കണ്ടേ? അടുത്തത് ഇടയൻ. എന്താ ഇടയന്റെ ഗുണം? നമ്മൾ ഇടയന്റെ ശബ്ദം കേട്ടുന്നിരിക്കും എന്ന് വെച്ചാൽ ഇടയസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആ കുടുംബത്തെ എന്ത് ചെയ്യുന്നത്? നയിക്കുന്നത്. ഇയാൾക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. തൽക്കാലം ഞാൻ പറയുന്നത് ആര് പറയുന്നത് കേട്ടാ മതി. ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കിയ ഞാൻ പറയുന്നത് ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുക. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ടോണിച്ചേട്ടൻ ഓടി ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. ശരി, അങ്ങനെ ഭാര്യ നിൽക്കുന്നത് കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നെക്ലസ് ഒക്കെ ഇട്ട് ഫംഗ്ഷന് പോയതല്ലേ, ഗൾഫിലല്ലേ. എല്ലാവരുടെ മുമ്പിൽ ഏറ്റവും നല്ല ഉടുപ്പൊക്കെ ഭർത്താവ് സെലക്ട് ചെയ്ത് കൊടുത്ത. പക്ഷെ പൈസ പുള്ളിക്കാരന് പണിയൊന്നും ഇല്ല. ഒരു 100 മീറ്റർ അപ്പുറത്തേക്കുന്ന ഭാര്യ ഒറ്റ വിളിയാ, ടോണി നോ. ഈ പട്ടിയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് പോലെ ടോണി തിരിച്ചു പോന്നു. ഇനി ടോണി പ്ലേറ്റ് മേടിക്കണമെങ്കിൽ ആര് പറയണം? അവിടുത്തെ ഇടയൻ പറയണം. സ്ഥാനം മാറ്റിയെടുക്കല്ലേ, ബുദ്ധിമുട്ടാണ്. അവനൊരു റോള് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര കഴിവില്ലാത്തവനാണെങ്കിലും നീ ആ വൈവാഹിക ബന്ധത്തിനകത്തേക്ക് വന്ന് നിന്റെ തലയായ പുരുഷൻ നിന്റെ അധിപതിയാണെങ്കിൽ അവൻ പറയുന്നതിനപ്പുറത്തോട്ട് നിനക്കൊരു ലൈഫില്ല. എന്നുവെച്ചാൽ വായി തോന്നുന്ന എല്ലാം പറയണോ, അതെല്ലാം ഞാൻ കേട്ടോളാം പറ്റില്ല. ആത്മീയ തലത്തിലെ കഥയാ പറയുന്നത്. ഒരു ഇടയന്റെ തന്റെ ഭാര്യ ദൈവസന്നിധി വിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഭർത്താവിന്റെ നല്ല നടപ്പ് കണ്ടിട്ട് ചെയ്യണം. ഭാര്യ വരണം.
ഇനി ഭർത്താവ് വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഭാര്യ നല്ല നടപ്പ് കണ്ടിട്ട് ആര് വരണം? ചേർന്ന് വരണം. പക്ഷെ അന്നേരം തലയ്ക്കെന്തില്ല, മാറ്റമില്ല. ബിബ്ലിക്കലായിട്ടുള്ള ഒരു നോട്ട്സും എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല. സഭയാകുന്ന കാന്ത എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ആ മണവാളന്റെ പേര് ഇതിന് മേളിൽ വന്നേ. പുരുഷന്റെ മേളിലാണ്. പുരുഷന്റെ തലയാരാ? ക്രിസ്തു. സ്ത്രീയുടെ തലയാരാ? പുരുഷൻ. എന്നാൽ ഈ കാന്ത എന്ന് ആത്മതലത്തിൽ പറയുന്നിടത്ത് ഭർത്താവും ഭാര്യയില്ല. ഹലോ, ഈ ഭൂമി മാത്രമുള്ളൂ ഫാമിലി. മനസ്സിലായ? എന്ന് മരിക്കുന്ന അവിടെ കൊണ്ട് ഫാമിലിയിലേക്ക് കഴിയും. മക്കൾ, അടുത്ത ജനറേഷൻ വരും. അപ്പോഴും മുമ്പിലത്തെ അപ്പന്റെ അമ്മയുടെ ഫാമിലിയെ പറ്റി ആരും ഓർക്കാറില്ല. ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മക്കൾ വേറെ ഫാമിലി. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിടിച്ചു നിർത്തരുത് ദൈവസന്നിധിയിൽ. അടുത്തത് ന്യായാധിപതി. എന്താ ന്യായാധിപതി? ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ക്ലാരിറ്റി എടുക്കേണ്ടത് ഹസ്ബൻഡിൽ നിന്നാണ്. ഒരു വീട്ടിൽ മക്കൾ ഒരു പ്രശ്നം ചെയ്താൽ, ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന്റെ ജഡ്ജ്മെന്റ് പറയേണ്ടത് ആരാണ്? ഞാൻ പറയും ഇയാൾ അങ്ങോട്ട് ചെയ്താൽ മതി എന്നല്ല. ആര്? ഭർത്താവ്. ഭർത്താവാണ് തീരുമാനിക്കേണ്ട. ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് ലാസ്റ്റ് ഡിസിഷൻ ഭർത്താവിന്റെ കാര്യം. ഭർത്താവ് ജോലിക്ക് പോയിരിക്കണം, വരുന്നതിന് മുമ്പ് അമ്മയുടെ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും സാരമില്ല പോട്ടെ എന്ന് പറയണമെങ്കിൽ അതിനുള്ള അധികാരം ആൾക്കാർ. നീ അത് ചെയ്തോ, ഇങ്ങോട്ട് വന്നാടാ, ആ വടി എടുത്തു വന്നേ എന്ന് പറഞ്ഞ വടി നമ്മളെ കൊണ്ട് തന്നെ എടുപ്പിച്ച് നമ്മളെ അടിക്കുന്ന പരിപാടി. അതിന്റെ റോഡ് വാർത്താ ചിരിക്കുന്നു ഭർത്താവിനാ. ഞാൻ ആവശ്യത്തിന് കൊടുത്താൽ എനിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും തീരുമാനിക്കുന്ന ആരാണ്? അപ്പൊ ഞാൻ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാച്ച. അവന്റെ കാലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. ഇനി അച്ചാച്ചൻ എന്ത് ചെയ്യണ്ട, അത് ഞാൻ തീരുമാനിച്ചോ. ആര് പറയും? ഭർത്താവ് പറയും. പക്ഷേ ബിബ്ലിക്കലി നല്ല ഒരു ന്യായാധിപനായിരിക്കണം ഒരു ഭർത്താവ്. വചനത്തിനകത്ത് നിന്ന് ന്യായാധിപനായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനി എന്താണ് പുരോഹിത സ്ഥാനം? ഒരു ഭർത്താവിന് ഒരു പുരോഹിത സ്ഥാനമുണ്ട്. എവിടെയാണ് പുരോഹിത സ്ഥാനം വരുന്നത്? നോ, വീടിനകത്ത്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരായിരിക്കണം? ഭർത്താവായിരിക്കണം. ഒരു ഭർത്താവായിരിക്കണം പ്രാർത്ഥനയ്ക്ക് വീടിനകത്ത് നേതൃത്വം കൊടുക്കണ്ടേ. വചനങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും പ്രബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട്. അതാണ് പുരോഹിത സ്ഥാനം ആർക്കുണ്ട്? ഒരു ഭർത്താവിനുണ്ട് കേട്ടോ. അത് പിതാവ് എന്നുള്ള സ്ഥാനം മാത്രമല്ല. ഇപ്പം പപ്പയാണെങ്കിലും മാതൃജനാണെങ്കിലും അവർ പിതാവെന്ന സ്ഥാനത്ത് നിൽക്കുന്നവരാ. അതോടൊപ്പം തന്നെ അവർ ഭർത്താക്കന്മാരാണ്. പക്ഷെ മനു ഭർത്താവാണ്. ഒരു വീടിനകത്ത് പ്രാർത്ഥന നടക്കും. വീടുമായി ബന്ധപ്പെട്ട പ്രയർ റിലേറ്റഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ഉപദേശം നൽകേണ്ടതും മക്കൾ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ തന്നെ നടക്കുന്നേ വചനത്താൽ അതിനെ ഈ ട്രെയിനിങ് കൊടുക്കേണ്ട വ്യക്തിയാണ് ഭർത്താവ്. മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞു നിർത്തുവോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ കണ്ടിന്യൂ ചെയ്യും. കാരണം ഗുരു എന്ന് പറയുന്നതും ഇടയൻ എന്ന് പറയുന്നതും ന്യായാധിപൻ എന്ന് പറയുന്നതും പുരോഹിതൻ എന്ന് പറയുന്നതും ഭർത്താവിന്റെ റോളാണെങ്കിലും ഞാനത് വേഗത്തിൽ പറഞ്ഞു വിട്ടെന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ത്രീയെ കുറിച്ച് പഠിക്കും. എന്ന് പറയുന്നത് ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ണുകളെ ഇന്നത്തെ മീറ്റിംഗ് പുതിയ ചില ആലോചനകൾ, ചിന്തകൾ ദൈവം നമുക്ക് തരുവാനിടയായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇന്ന് പോലെ രാത്രികാലം ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടിയിരുന്നു. ഓൺലൈനിലൂടെ കേൾക്കുന്ന ഏത് സമയത്ത് കേട്ടാലും തകർന്നു കിടക്കുന്ന കുടുംബത്തിന് ഒരനുഗ്രഹമായി തീരേണ്ടത് യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രികാലം
ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ